അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. 2024 മെയ് 11-നായിരുന്നു ഞങ്ങളുടെ കല്യാണം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. അത്ര ഗംഭീര പരിപാടിയൊന്നുമില്ല, ചെറിയ രീതിയിൽ വിഷു ആഘോഷിക്കുക. അവളുടെ വീട്ടിലേക്ക് പോകണം, അവിടെ ഒരു അമ്പലത്തിൽ പൂജ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി കാണിച്ചിട്ടൊരു ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കാണാം. ഞാൻ രാവിലെ ഇപ്പോൾ ഒന്ന് ജോഗിങ്ങിന് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 4 മണി എണീച്ച് കണിയൊക്കെ കണ്ട് വീട്ടിൽ കിടന്നുറങ്ങി ഒരു എണീച്ചിട്ട് ഓടാൻ ഇറങ്ങിയതാണ്. ഇനി നല്ല കുളിച്ച് ഫ്രഷായിട്ട് പോകണം. മീനിൻ്റെ മിക്സിയിൽ വെച്ചതാണ്. കുറച്ച് നേരം മിക്സിയിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം വെക്കും. ഓരോന്നായി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താ കറിക്ക് പേരില്ലേ? അയ്യോ, അങ്ങനെ കുളിച്ച് റെഡിയായി അങ്ങാടിക്ക് പാല് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ പാലൊക്കെ മേടിച്ചു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ കുറച്ചേരൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെയാണ് നമുക്ക് മൊഴിയൂരാണ് വിഷു. നമ്മൾ ഇരുമ്പുഴിക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് കാണിക്കാം. അപ്പോൾ അവിടെ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങടേക്ക് പോവാണ്, അച്ഛൻ്റെ തറവാട്ടിൽ. അപ്പം അങ്ങനെ ഇനി അവിടെയൊക്കെ പോയി വീട്ടിൽ കുറച്ചേരൊക്കെ ഇരുന്ന് നമ്മൾ ഉച്ചയാകുമ്പത്തിനും ഇങ്ങോട്ടേക്ക് വരും. ഞങ്ങളങ്ങനെ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇത് കസിൻസ് എല്ലാവരും വിഷു കൈനീട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അമ്പലത്തിൻ്റെ അവിടെ. അത് ഡീക്ക് തിരിക്ക്. ബ്രേക്ക് ചവിട്ടിയിട്ടില്ല, ബ്രേക്ക് ഫുൾ ചവിട്ട്. ഇനി ബ്രേക്കിന്ന് കാലെടുത്തോ. ആ പോട്ടെ, മെല്ലെ കാലെടുക്ക്. ആ സ്റ്റെയറിങ് ഇങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തിരിക്കും. ഞാൻ സ്ഥലം മനസ്സിലാക്കിയിട്ട് മെല്ലെ എടുക്കാം. വീഡിയോയില് വീഡിയോ അല്ല വലുത്, വണ്ടിയാണ് വലുത്. വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നു. ഒരു നല്ല വീഡിയോ എടുക്കും എനിക്ക് സ്റ്റാറ്റസ്. വിഷുക്കായി നീട്ടം എണ്ണിട്ടപ്പെട്ടു. അച്ഛനാണല്ലേ? എവിടെ? 600, 700, 800. എന്താ ചെയ്യണത്? Hi guys.
ഇന്ന് നമ്മുടെ വിഷുവാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് കഴിഞ്ഞിട്ടവാ. ആ നടന്ന് കൈനീട്ടം മേടിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടി ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് അവിടെയാണ് സദ്യയും ഭക്ഷണവും വിഷു ആഘോഷമൊക്കെ. ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ഹോണടി പോലും ഇല്ലാതെ ഇങ്ങനെ ഞങ്ങൾ ഗോ ടു മുരയൂർ ഫോർ അച്ഛൻ മുന്നൂന് വിഷു കൈനീട്ടാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടെത്തി വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു. പിന്നെ എല്ലാവരും ഇങ്ങനെ വിഷുവിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ സംഭവങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് നേരെ സദ്യേൻ്റെ പരിപാടി തുടങ്ങി. അങ്ങനെ വിളമ്പാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതാണ് പിന്നെ നമ്മുടെ പയ്യനെത്തി നിഷാദ്. ആശാൻ വരെ പൊളിയായിരുന്നു. വന്നു ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ കൈ കഴുകി സെറ്റായിട്ടിരുന്നു സദ്യക്ക്. വിഷു സന്ദേശം പറയൂ. സാമ്പാറുണ്ട്, മാങ്ങയുടെ കൂട്ടുണ്ട്. മാങ്ങ ഓക്സിജനോ? അതുകൊണ്ട് രസം വേണോ? അപ്പോൾ വേണോ അത് കുറച്ച് കണ്ടു മതിയോ? പക്ഷെ അതിന് അങ്ങനെയൊന്നുമില്ല. എന്താ പ്രസാദം മേടിക്കുക? കുഴിച്ചിട്ടുണ്ടായി, പറിച്ച് ഉണക്കി വന്നു. ഫോട്ടോ വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ചു. ഇനി വെറുതെ കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് വെറുതെ പോവാണ് കോഴിക്കോടേക്ക്. എന്താ എവിടേക്കാണെന്നൊന്നും അറിയില്ല, പോവാണ്. സദ്യ കഴിച്ചിട്ട് ഭയങ്കര ഉറക്കം വരൽ. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞങ്ങളിപ്പോൾ കോഴിക്കോട് ടൗണിൽ പാളയത്താണുള്ളത്. ഇവിടേക്ക് വന്നതാണ്, പാളയത്തുള്ള ഫാഷൻ ഗോൾഡിലേക്ക് വന്നതാണ്. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാനും, പിന്നെ പഞ്ചലോഹത്തിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാനൊക്കെ വന്നതാണ്. കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഗോപികൻ്റെ വീട്ടിലെത്തി. ഞാൻ അമ്മേനാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ പോകണം. ഞങ്ങളപ്പോൾ ചെറുതായിട്ടൊന്ന് പടക്കം പൊട്ടിക്കുകയാണ്. പുറത്ത് വാങ്ങി
അങ്ങനെ പ്രാവശ്യത്തെ വിഷു അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഒരു സാധാരണ വിഷു, നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് കൂടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു.